കുറച്ചാൾ ജീവിച്ചാലും എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള പേഴ്സ്പെക്റ്റീവ് ഇത് ചെയ്തിരിക്കണം. ഒരു 6-7 ദിവസം ഉറങ്ങാതിരിക്കുന്ന സിറ്റുവേഷൻസും അങ്ങനെ കുറേ ലൈഫിൽ കുറേ സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ മുന്നോട്ട് ചെയ്യുന്നതിനപ്പുറത്ത് ആദ്യം എടുത്ത ചോയ്സ് സൂയിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരുന്നു. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, ഒരു എക്സ്ട്രീം ആക്ടിവിറ്റി, ഒരു ബിൽഡിങ്ങിന് മുകളിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വീണ്ടും മരിച്ചു, അങ്ങനെ ഒരു സംഭവമാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അത് പിന്നെ ഞാൻ വെച്ചു ഓക്കെ സ്കൈ ഡൈവ് എന്തെങ്കിലും ചെയ്തു. അപ്പം ഞാൻ ഒരു ഇത് കണ്ട് സ്കൈ ഡൈവ് എന്തെങ്കിലും ചെയ്താലെന്ന് വെച്ചിട്ട് സ്കൈ ഡൈവ് ചെയ്യുമ്പോഴത്തേക്കും മറ്റേ കൂടുതലുള്ള ഇൻസ്ട്രക്ടർ നമ്മൾ ഈ ബക്കളൊക്കെ ഊരി വിട്ടിട്ട് നമ്മൾ താഴോട്ട് തരുന്നത് അതൊരിക്കലും പോസിബിൾ അല്ല. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തത്. അങ്ങനെ ആ ഒരു തോട്ടാണ് പിന്നെ ഒരു ഹോപ്പായിട്ട് മാറുന്നത്. രാത്രി ഒരു 12 മണി 1 മണി കഴിയുമ്പോൾ അതിനകത്ത് കിടന്ന് ഭയങ്കര വേണം. എന്തിടാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറയില്ല, അമ്മ എല്ലാം ഓക്കെ ആയി, ഞാൻ പോവും, പറക്കാൻ പോകും. എനിക്ക് എന്തൊക്കെ തന്നെ നീറ്റുണ്ടെങ്കിൽ പോലും ഞാൻ ആദ്യം ലൈഫിലൂടെ ശ്രമിച്ചിട്ടില്ല. കാരണം എൻ്റെ റിസ്ക് നന്നായിട്ട് എനിക്കറിയാം. അപ്പം ലൈഫിൽ വേറൊരാൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് അതിനനുസരിച്ച് പേടി കൂടും. ബിലീവിൻ്റെ പുറകിൽ പോയിട്ട് ശരിയാക്കാൻ ശ്രമിച്ചില്ല. ഞാൻ ഒരു സയൻറ്റിഫിക്കൽ പെർസ്പെക്റ്റീവ് ശ്രമിച്ചിട്ടുള്ളൂ. അതൊരു വലിയൊരു തീരുമാനമാണ്. കാര്യം അത് എന്നെ സംബന്ധിച്ച് അത് ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒരു ചോയ്സ് എടുത്തിരുന്നെങ്കിൽ ഞാനിന്ന് ജീവിച്ചിരിക്കത്തില്ല. ഉറപ്പാണ്, എനിക്ക് 100% ഉറപ്പുണ്ട്. നല്ല കുളത്തിലോ ശരിയാക്കാൻ വേണ്ടി ഈ ഇന്റർവ്യൂവിൽ ഏറ്റവും വാലിഡ് പോയിന്റ് ആണ്. ബൈ പ്രൊഫഷൻ ശ്യാം ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫറാണ്. എഡിറ്റിംഗ് ചെയ്യാറുണ്ട്. ഡ്രോൺ പൈലറ്റാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആംപ്യൂട്ടി ഡ്രോൺ പൈലറ്റാണ്. DGCA അപ്രൂവ്ഡ് ആണ്. ഞാൻ ആക്ച്വലി ഇപ്പോൾ സൈക്ലിങ്ങിനാണെങ്കിൽ പോലും ഇപ്പോൾ ഈ ഒരു ട്യൂബ് ഇടാതെയാണ് ആദ്യം ഒരു 2 മണിക്കൂറിനകത്താണ് സൈക്ലിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ 250 കിലോമീറ്റർ, അതായത് ഇപ്പോൾ 5 മണിക്കൂറൊക്കെ ഞാൻ ചവിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രാവിലെ ഞാൻ പോയിട്ട് വർക്കല വരെ പോയിട്ടൊക്കെ തിരിച്ചു വരും. 100 കിലോമീറ്റേഴ്സ് 5 hours ചെയ്തിട്ട് വരുവാണ്. അതായത് തുടങ്ങുമ്പോൾ തന്നെ ഈ പറഞ്ഞ 1 കിലോമീറ്റർ ചവിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. പിന്നെ അവിടെ നിന്നാണ് ഈ ട്രെയിൻ ചെയ്ത് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്ത് ഓരോ കയറ്റങ്ങൾ ചവിട്ടാനാണെങ്കിൽ പോലും അത്രയ്ക്കും എഫേർട്ട് ഇട്ടാണ് കയറി വരുന്നതൊക്കെ. അപ്പം സൈക്ലിംഗ് എനിക്കൊരു ഏറ്റവും ബിഗിനിങ് അല്ല, എനിക്കത് ഭയങ്കര അത്യാവശ്യം എക്സ്ട്രീം ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. കാരണം നമ്മളിപ്പോൾ നോർമലി അതൊരു സ്പോർട്ടാണെന്ന് പറഞ്ഞാലും അത് എക്സ്ട്രീം സ്പോർട്ട് എപ്പോഴാവുന്ന വെച്ചാൽ നമ്മൾ അത്ര എഫേർട്ട് ഇടുമ്പോഴാണ് അതിനൊരു ഇതുണ്ടാകുന്നത്. അപ്പം അങ്ങനെയാണ് എനിക്കതൊരു എക്സ്ട്രീം സ്പോർട്ടായി മാറുന്നത്. അങ്ങനെ ഒരു കാലം അത്രയും പ്രഷർ കൊടുത്ത് പോകുക എന്നുള്ള സംഭവമായിരുന്നു. അപ്പം ലോങ് ടേം സൈക്ലിംഗ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ട്. യൂറിൻ ട്യൂബ് എടുക്കുന്ന ഡിഫിക്കൽട്ടികളുണ്ട്. ഞാൻ 2 മണിക്കൂറോട്ട് പോയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ അതിനകത്ത് ഡിസ്റ്റൻസ് കൂട്ടി, ഞാൻ മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ട് തിരിച്ചു വരിക എന്നുള്ളത്. പിന്നെ ഞാൻ 5 hours 100 കിലോമീറ്റർ ചവിട്ടാൻ വിളിച്ചു. അങ്ങനെ പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണ്, ഇങ്ങനെ 250 കിലോമീറ്റർ ചവിട്ടാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണ്. അത് ഞാൻ പോയി ചെയ്തു. അങ്ങനെ ഒരു 12 hours 11 മണിക്കൂർ പോയി ചെയ്തു. അപ്പോൾ അന്ന് ഞാൻ ബാഗ് ഇട്ടിട്ടാണ് പോയി ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഈ യൂറിൻ ട്യൂബ് ഉരഞ്ഞിട്ട് ബ്ലഡ് വരാനൊക്കെ തുടങ്ങി 11 കിലോമീറ്റർ ആയപ്പോൾ. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും കാലിൽ തൊലിയില്ല, ഇതുമായിട്ടൊക്കെ ഉള്ള കുറേ ലിമിറ്റേഷൻസും അങ്ങനെ അവിടെ ആലപ്പുഴ എത്തുന്ന സമയത്ത് പിന്നെ അത് വെച്ചിട്ട് ഞാൻ തിരിച്ചു പോട്ടെ വീണ്ടും ഒരു കവറോളം അങ്ങനെ ഞാൻ വിളിച്ചല്ലേ ഫോൺ വിളിച്ച് എനിക്ക് ഞാൻ സത്യം പറയാം, എൻ്റെ കൂടെയുള്ള ഫ്രണ്ടിനോട് മക്കളെ നീ ഫോൺ കൂടും എന്നിട്ട് ഞാൻ പറയും അവനെ എങ്ങനെയെങ്കിലും ട്രെയിനിൽ കയറ്റി കൊണ്ടുവരാൻ നോക്കുക, അങ്ങോട്ട് സൈക്കിൾ കിട്ടി തിരിച്ച് നീ എങ്ങനെയാണ് അത്രയും ദൂരം മാറുന്നത്, എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ? ഇത് ആൻറ്റി അവൻ സമ്മതിക്കുന്നില്ല, അവൻ സൈക്കിളിൽ ചവിട്ടി വരുന്നേ പറഞ്ഞു. എന്താ ശ്യാമിന്റെ ഒരു ഫ്യൂച്ചർ ഗോൾ, ലൈഫ് ഗോൾ? ഇപ്പം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചോയ്സിന് മുന്നേ ഞാൻ ഈ കിഡ്നി ഫെയിലിയർ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷനിലാണ് ഞാൻ 1000 കിലോമീറ്റേഴ്സ് 6 ദിവസം കൊണ്ട് ചെയ്യുന്നത്. അത് അത്യാവശ്യം നല്ല രീതിയിലൊരു നേരത്തെ എക്സ്പീരിയൻസ് ഒക്കെ വന്നൊരു സിറ്റുവേഷനിലാണ് ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വരുന്നത്. നാട്ടിലോട്ട് നേരെ ഡയാലിസിലോട്ട് തന്നെ പോയി. അതിനുശേഷം 3 വർഷത്തോളം ഒരു ഹോപ്പും ഇല്ലാതെ ഡയാലിസിസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ലൈഫായിരുന്നു. അങ്ങനെ അതിനുശേഷം അമ്മ കിഡ്നി വന്നതിൻ്റെ ഒരു കുറേ ചലഞ്ചസ് ഉണ്ടായിരുന്നു. അതിനുശേഷം കിഡ്നി തിരിച്ചു വന്ന കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ പോലും ചെയ്തിരിക്കുന്ന സ്റ്റെറോയിഡ് ഫ്രീ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. അതായത് നമുക്ക് ടോക്സിൻസ് ഡയറക്റ്റ്ലി എടുക്കേണ്ടി വരും. അപ്പം ടോക്സിൻസ് ഡയറക്റ്റ്ലി എടുക്കേണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മാത്രമേ ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ ഇനി ലൈഫ് മുന്നോട്ട് പോകുന്നതാണെങ്കിൽ പോലും അതിൻ്റേതായിട്ട് റിസ്ക്കും ഉണ്ട്, മനസ്സിലായി. കാര്യം ഇപ്പം നമുക്ക് സ്റ്റെറോയിഡ്സ് എടുന്നുള്ള ഒരു പോർഷൻ ഉണ്ട്. അതായത് സ്റ്റെറോയിഡ്സ് എടുത്താൽ മാത്രമേ ഈ ടോക്സിൻസിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റെറോയിഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഫിസിക്കലി ഒരു വർക്കൗട്ടും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഞാൻ കുറച്ചാൾ ജീവിച്ചാലും എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ഇത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ലൈഫ് പിടിച്ച് കിട്ടി. ഞാൻ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഡിപ്രഷനും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു 6-7 ദിവസം ഉറങ്ങാതിരിക്കുന്ന സിറ്റുവേഷൻസും അങ്ങനെ കുറേ ലൈഫിൽ കുറേ സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ചോയ്സ് എടുക്കുന്നത്, എന്തെങ്കിലും മുന്നോട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ മുന്നോട്ട് ചെയ്യുന്നതിനപ്പുറത്ത് ആദ്യം എടുത്ത ചോയ്സ് സൂയിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരുന്നു. അത് അത്യാവശ്യം എൻ്റെ ലൈഫിൽ ഒരു വലിയ ശതമാനം അത് തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു ലൈഫിൻ്റെ ഒരു ആക്സെപ്റ്റ്. കാര്യം ഒരു വളർന്നു വരുന്നൊരു കുട്ടിക്ക് എക്സ്പെക്റ്റേഷൻസ് കൂടും. അയാളുടെ ബ്രെയിനിൻ്റെ വികസിക്കുന്ന പോലെ എക്സ്പെക്റ്റേഷൻസും അയാളുടെ സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ചേഞ്ചസ് ഉണ്ടാകും. അപ്പം അതിൽ നിന്നാണ് ഇങ്ങനൊരു തോട്ട് വരുന്നത്. ഇപ്പം അമ്മയ്ക്ക് ഇത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരൊക്കെ ഇത്ര അടുത്തുണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് ആസ് എ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ഇതുണ്ടാവും, ഒരു സ്പേസ് ഉണ്ടാവും. അവിടെ ഞാൻ എന്നെ പറ്റി ചിന്തിക്കും.
അങ്ങനെ വന്ന സമയത്താണ് ഈ ഒരു തോട്ടൊക്കെ പെർമനന്റ് ആയി പോയതൊക്കെ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എങ്ങനെ മരിക്കുക, അപ്പം വീട്ടിലാരടുത്തത് ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ എങ്ങനെ ആരടുത്തത് സംസാരിക്കാനോ അല്ലെങ്കിൽ പുറത്താരടുത്ത് എനിക്ക് അങ്ങനെ ഫ്രണ്ട് സർക്കിളൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ എനിക്ക് സംസാരിക്കാനൊന്നും ഒരു പോസിബിലിറ്റി ഇല്ല. അങ്ങനെ ഒരു ഇത് വന്നപ്പോഴത്തേക്കും ഓക്കെ എങ്ങനെ ഇപ്പം ഞാൻ വെറുതെ ഇപ്പം അത്രയും നാൾ ഞാൻ ഇപ്പം സൈക്ലിംഗ് ഒക്കെ ചെയ്ത് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ എന്നൊക്കെ ഞാൻ മോട്ടിവേഷൻ സ്പീക്കറായിട്ടൊക്കെ പോയി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ഇതൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഡെസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആളെ അമ്മയെ ബാധിക്കും, അമ്മയും വീട്ടുകാരൊക്കെ എല്ലാം ബാധിക്കും, അച്ഛനത് ബാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു കുട്ടി അങ്ങനെ ഒരു ചെയ്യുന്നത് ഭയങ്കര ഒരു ഇതാണ്. അപ്പം ഒരു എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, ഒരു എക്സ്ട്രീം ആക്ടിവിറ്റി ഒരു ബിൽഡിങ്ങിന് മുകളിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിന്ന് വീണ് മരിച്ചു അങ്ങനെ ഒരു സംഭവമാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോഴാണ് ഈ ഹൈറ്റിനെ പറ്റിയൊരു സംഭവം വരുന്നത്, തോട്ട് വരുന്നത്. അത് പിന്നെ ഞാൻ ചോദിച്ചു ഓക്കെ സ്കൈ ഡൈവ് എന്തെങ്കിലും ചെയ്തു. അപ്പോൾ ഞാൻ ഒരു ഇത് കണ്ട് സ്കൈ ഡൈവ് എന്തെങ്കിലും ചെയ്താലെന്ന് വെച്ചിട്ട് സ്കൈ ഡൈവ് ചെയ്യുമ്പോഴത്തേക്കും മറ്റേ കൂടുതലുള്ള ഇൻസ്ട്രക്ടർ നമ്മൾ ഈ ബക്കളൊക്കെ ഊരി വിട്ടിട്ട് നമ്മൾ താഴോട്ട് തരുന്നത് അതൊരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തത്. അങ്ങനെ ആ ഒരു തോട്ടാണ് പിന്നെ ഒരു ഹോപ്പായിട്ട് മാറുന്നത്. അതിൽ നിന്നാണ് ഞാൻ പിന്നെ ലൈഫ് മരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ നിന്നാണ് ഞാൻ തിരിച്ചു പിടിക്കുന്നത്. അങ്ങനെയാണ് പിന്നെ വീട്ടിലാരടുത്ത് അറിയിച്ചൊന്നുമില്ല. ഈ പറഞ്ഞ സ്കൈ ഡൈവിൻ്റെ വേണ്ടി അന്വേഷിക്കുന്നതോ അതിനൊരു 6 മാസത്തോളം കഷ്ടപ്പെടുന്നതൊന്നും ആരടുത്ത് അറിയിച്ചില്ല. അത് തുടങ്ങുമ്പം ആദ്യം ഫിസിക്കലി എന്തെങ്കിലും ഫിറ്റ് ആവണം. അപ്പം സർജറി കഴിഞ്ഞ് 3 മാസം ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഞാൻ പുഷപ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഒരു മുറിവ് ഉണങ്ങാൻ, പുറത്ത് മുറിവ് ഉണങ്ങാൻ തന്നെ അത്യാവശ്യം സമയം എടുക്കും. ഉള്ളിലെ മുറിവ് ഉണങ്ങാൻ മിനിമം 12 മാസം അങ്ങനെ എടുക്കും. അപ്പം ഫിസിക്കലി ഒരു പരിധിക്കപ്പുറത്തേക്ക് പറഞ്ഞ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് പുഷ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒട്ടും പോസിബിൾ അല്ല ഒരു കാര്യമാണ്. അത് ഞാൻ പുഷ് ചെയ്ത് ഡോക്ടറിൻ്റെ ഇത് പോയപ്പോഴും കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞു നിന്റെ കാര്യമാണ് ഈ ഒന്നും ഉണ്ടാ വരുന്നില്ല, നീ ചിന്ത ചെയ്തു. അപ്പം പുള്ളി നോക്കി എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കി. അപ്പം വേറെ കുഴപ്പമൊന്നും വരുന്നത്, ബ്ലീഡിങ് ഒന്നുമില്ല. പിന്നെ ഇടയ്ക്ക് വന്നിട്ട് കിഡ്നി ഒന്ന് ഡൗൺ ആയിപ്പോയി, റിജക്ഷൻ സംഭവിച്ചു ഒരു 50%. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്ന് 4-5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും റിജക്ഷൻ വന്നിട്ട് പിന്നെ ഒരു പെട്ടെന്ന് തന്നെ ഒരു പുഷിൽ, ഒരു സ്റ്റെറോയിഡ് പുഷിൽ അതിനെ തിരിച്ച് റെഗെയിൻ ചെയ്തെടുത്തു. പിന്നെ ഒരു പറഞ്ഞ റിസ്ക് റിജക്ഷൻ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് മരണത്തെ പറ്റി ചിന്തിച്ചപ്പോഴാണ് പാരാഗ്ലൈഡിംഗിലേക്ക് പോയത്, സ്കൈഡൈവിലോട്ട്. അങ്ങനെ അതിനുവേണ്ടി റിസർച്ച് ചെയ്തപ്പോൾ USPയിലൊക്കെ റെക്കോർഡ് വാങ്ങി. അതിൻ്റെ അകത്തുള്ള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഞാൻ അറൗണ്ട് ഒരു 160ഓളം മെയിൽസ് രാത്രി ഇരുന്ന് ടൈപ്പ് ചെയ്ത് എൻ്റെ ഒരു സിസ്റ്ററെയൊക്കെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ആദ്യം അവർ റെസ്പോണ്ട് ചെയ്ത് ഒരു 160ഓളം മെയിൽ കഴിഞ്ഞിട്ടാണ് എനിക്ക് റെസ്പോണ്ട് കിട്ടുന്നത്. USPയിൽ നിന്ന്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പാരച്യൂട്ട് അസോസിയേഷൻ. അവരാണ് ഇതിന് ലൈസൻസിങ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ആൾക്കാർ അപ്രൂവ് ചെയ്യണം. പിന്നെ US-നെ സംബന്ധിച്ച് ഇങ്ങനെ ഒരാളെ ചെയ്യിപ്പിച്ചില്ലെങ്കിൽ അവർക്കൊന്നും കഴിക്കാൻ പോകുന്നില്ല. അവരെ സംബന്ധിച്ച് അതൊന്നുമല്ല. അവർ റിസ്ക് എടുക്കുമെന്ന് വെച്ചാൽ അറിയാമല്ലോ, നമുക്ക് വലുതാണെങ്കിൽ പോലും അവരെ സംബന്ധിച്ച് അത് വളരെ ചെറിയ കാര്യമാണ്. കാര്യം അങ്ങനെ ഒരു സംഭവം എടുക്കുക എന്നുള്ളതിനപ്പുറത്ത് അവർക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. അതൊരു വലിയൊരു ഒരു സംഭവമാണ്. അങ്ങനെ ഞാൻ അവരുടെ ബോർഡ് മെമ്പേഴ്സിനെ ഞാൻ അയച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം അവർ പിന്നെ റെസ്പോണ്ട് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ആ ഒരു ഇൻറ്റൻഷൻ നമുക്ക് ഭയങ്കര ഇൻസ്പയറിങ് ആയി. അപ്പം അവർ ബോർഡുമായിട്ട് ഒന്നുകൂടെ കൂടിയിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കൂടിയിട്ട് അവർ സംസാരിച്ചു. പിന്നെ അവർ പറഞ്ഞു നീ പോയി ഡ്രോപ്പ് സോൺ ചെയ്തു, നമ്മൾ ലൈസൻസിങ്ങിൻ്റെ പ്രോസസ്സ് മാത്രം നമ്മൾ ചെയ്തുതരാം, ട്രെയിനിങ് ഒരു ഡ്രോപ്പ് സോൺ ചെയ്യണം, അതിന് മുന്നേ വിൻ ടേൺസ് ഒക്കെ ചെയ്ത് നീ ഒന്ന് ഇതാവണമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്തൊരു ഡ്രോപ്പ് സോൺ അതൊക്കെ വന്നപ്പോൾ വീട്ടിനകത്ത് ഭയങ്കര ബഹളമായിരുന്നു. രാത്രി ഒരു 12 മണി 1 മണി കഴിയുമ്പോൾ അതിനകത്ത് കിടന്ന് ഭയങ്കര ബഹളം. എന്തിടാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറയില്ല, അമ്മ എല്ലാം ഓക്കെ ആയി, ഞാൻ പറക്കാൻ പോകും. ഞാൻ പറയും എവിടെ പറക്കാൻ പോകും? അത് ഞാൻ ഇത് സ്കൈ ഡൈവിങ് ചെയ്യാൻ പോകണം. അതുവരെ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. അല്ല, അങ്ങനെ പറയുന്നില്ല. ചിലപ്പോഴൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും ഉറപ്പായിട്ടൊന്നും പറയില്ല. പക്ഷേ ഇത് രാത്രി ആയപ്പോഴത്തേക്കും നല്ല മേളത്തിലൊന്നും പറയാണ് ഞാൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം അമ്മ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു മക്കളെ എങ്ങനെയാടാ പോണത് നീ എന്ന് ചോദിച്ചു. അമ്മ ഞാൻ എവിടെ പോയാലും തിരിച്ചു വരുമല്ലോ, പിന്നെന്ത് ഇങ്ങനെ എന്നോട് പറയണത്, പിന്നെന്തിനാ അമ്മ ഇങ്ങനെ സംസാരിക്കണേ? ഒരു കുഴപ്പമില്ല, ഞാൻ പോയിട്ട് അതുപോലെ വരും, ചാടിയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് സോപ്പിട്ട് തടവി പിടിച്ച് ചാരിയൊക്കെ നിൽക്കും. കഴുത്തിൽ കൂടെ കൈയൊക്കെ ഇട്ട് ചാരിയൊക്കെ നിന്ന് കാര്യം പറഞ്ഞിട്ട് പോകും. ട്രെയിനിങ് കഴിഞ്ഞു എൻ്റെ അടുത്ത് ആദ്യം ഇൻസ്ട്രക്ടർ വെച്ച് ഫസ്റ്റ് ജമ്പിൻ്റെ ഇത്. അപ്പം നമ്മൾ നോർമലി ഏതൊരു ആദ്യം സ്കൈ ഡൈവ് ചെയ്യുന്ന ഒരാളും ആദ്യം നമ്മൾ എയർ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. എങ്ങനെയാണ് മുകളിലത്തെ ഹൈറ്റ് അല്ല ചെയ്യുന്നത്, നമ്മളിതൊന്നും ജഡ്ജ് ചെയ്യാതെ നമ്മൾ പോയി ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഇൻസ്ട്രക്ടർ, ഞാൻ പിന്നെ സ്കൈ ഡൈവ് ചെയ്തിട്ടുമില്ല, എനിക്ക് ആകാശം എന്തെന്നത് എനിക്കറിയത്തില്ല, അങ്ങ് മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച അറിയത്തില്ല. നമ്മളിപ്പോൾ ഒരു 2 നില 3 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നോക്കുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എത്രയാണെന്ന്, അതിൻ്റെ ഒരു എത്ര ടൈംസാണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ അഡ്വാൻറേഷൻ്റെ ഉണ്ട് ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇതൊന്നും എനിക്ക് അറിയത്തില്ല, ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നും അറിയത്തില്ല. അപ്പം എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചു, നിനക്ക് സോളോ, എൻ്റെ ഒരു ഇത് ഉള്ളതുകൊണ്ട് തന്നെ പോസിറ്റീവ്സ് ആയിട്ട് ഉള്ളതുകൊണ്ട് ഞാൻ പുള്ളിയോട് ചോദിച്ചു നിനക്ക് സോളോ സൈഡിങ് വേണോ അതോ നിനക്ക് ടാൻഡം ചെയ്യണമെന്ന്. ടാൻഡം എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഇൻസ്ട്രക്ടറുമായിട്ട് ചെയ്യുമ്പോൾ ടാൻഡം എന്ന് പറയും.
ടാൻഡം ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് സോളോ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ജമ്പ് എല്ലാം റെഡിയാക്കി എനിക്ക് സ്ലോട്ടൊക്കെ വന്നു. സ്ലോട്ടൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓൾ ദിവസം പോയി ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ കയറി. പുള്ളി ആൻറ്റി പൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടറാണ്. പുള്ളി ഇംഗ്ലണ്ടുകാരനാണ്. അപ്പം പുള്ളി ഇങ്ങനെ എല്ലാ കാര്യം ഞാൻ കമ്മ്യൂണിക്കേഷനൊക്കെ ഇപ്പോൾ ബെറ്ററാണ്. ഇംഗ്ലീഷൊക്കെ എനിക്ക് അത്യാവശ്യം ഞാൻ സ്വന്തമായിട്ട് തന്നെ ഇപ്പം സ്കൂൾ ലൈഫ് ഉണ്ടെങ്കിൽ പോലും ഞാൻ എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഞാൻ തന്നെ ഓരോ എക്സ്പോഷറിൽ നിന്ന് ഞാൻ ഡെവലപ്പ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ അവിടെ സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം. അപ്പം ഞാൻ ഫസ്റ്റ് ജമ്പിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് പ്ലെയിനിൽ കയറ്റിയിട്ട് ഓക്കെ ആണെന്നൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ചെറിയൊരു മിസ്റ്റേക്സ് കാണിച്ചാൽ തന്നെ അപ്പം തന്നെ ബാൻ ആവും. അങ്ങനത്തെ അത്രയും എക്സ്ട്രീം സംഭവമാണ്. അപ്പം അങ്ങനെ ഒരു ചെറിയ കാര്യത്തിൽ മിസ്റ്റേക്സ് ആണെങ്കിൽ അത്രയും ഡിസിപ്ലിൻ ആയിട്ട് അതിനകത്ത് കയറി എല്ലാ കാര്യങ്ങളും റെഡിയാക്കി സെറ്റ് ചെയ്തിട്ട് ഫ്ലൈറ്റ് എടുത്ത് സ്പിൻ ചെയ്ത് മുകളിൽ പോകും. ഒരു 15 മിനിറ്റ്സ്, ഒരു 5 to 15 മിനിറ്റ്സ് എടുക്കും നമ്മൾ മുകളിലെത്താനായിട്ട്. അത്രയും 13,000 ഫീറ്റിന് മുകളിലെത്താനായിട്ട്. മുകളിലെത്തിയതിന് ശേഷം ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാം ഇറങ്ങി ചാടി പോകും. ഇതിൻ്റെ അകത്ത് പ്രഷർ വരും. നമുക്ക് ഇത് പ്രഷർ ഫീൽ ചെയ്യും എയർപ്ലെയിനകത്ത് ചെയ്യുമ്പോൾ, ഇത്രയും മുകളിൽ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പം ഓക്കെയാണ്, എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു, ഞാൻ ഓക്കെ ആയിരുന്നു. എനിക്ക് പുറത്തോട്ട് നോക്കാൻ പറഞ്ഞു. ഞാൻ പുറത്ത് എഡ്ജ് വന്നിരുന്നിട്ട് ഈ താഴോട്ട് നോക്കുമ്പം എഡ്ജ് നോക്കിയിട്ട് താഴോട്ട് നോക്കണം. ഈ ഡോറിൻ്റെ അവിടെ വന്നിരുന്നിട്ട് ഡോറ് പൊക്കിയിട്ടാണ് ഇത് നോക്കുന്നത്. അപ്പോൾ ഡോറ് പൊക്കിയിട്ട് അപ്പോൾ ഇൻസെറ്റ് പറഞ്ഞ് എൻ്റെ കാല് വെക്കാൻ ഏതായില്ലായിരുന്നു. കഴിഞ്ഞ ഒരു ആർച്ച് പൊസിഷൻ നിന്ന് നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ വെറുതെ ജമ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം തുടക്കത്തിൽ അവർക്ക് കുറച്ച് സ്ട്രിക്റ്റ് റൂൾസൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ആർച്ച് പൊസിഷനിലാകാൻ വേണ്ടി ഭയങ്കരമായിട്ട് കംപ്ലീറ്റ്ലി ബെൻഡായിട്ട്, നടുവ് ഫുള്ളി ബെൻഡായിട്ട് കാല് ഇവിടെ വെച്ചിട്ട് അതിനകത്ത് കറക്റ്റായിട്ട്. അപ്പോൾ പുറത്തൊരു ഇൻസ്ട്രക്ടർ ഇറങ്ങി നിൽക്കും ആദ്യം ആൾറെഡി ഇരിക്കും. എന്നിട്ട് അത് ചെയ്യണം. അപ്പോൾ ചെയ്തു. ഞാൻ ചാടി. പ്രൊപ്പലർ ഇന്നാഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചാടി. ഇൻസ്ട്രക്ടർ നമുക്ക് അവയർനെസ് കൊടുത്തതിന് ശേഷം ചാടി 6,500 ഫീറ്റ്. അതിന് മുന്നേ നമ്മൾ കുറേ പ്രാക്ടീസ് വെച്ചും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. ഇവർ പറയുന്ന കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഈ ഫ്രീ ഫോളിങ് തന്നെ ചെയ്യേണ്ടതുണ്ട്. അപ്പം അതിൽ കോൺസെൻട്രേറ്റഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു അഡ്രിനലിൻ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ജമ്പ് ചെയ്തപ്പോൾ പോലും. കാര്യം എനിക്ക് തോന്നുന്നു ഞാൻ ആൾറെഡി കുറേ പെയിനും ഇതുമായിട്ടുള്ള എക്സ്പോഷർ ഉള്ളതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ അത്ര അഡ്രിനലിൻ ഫീൽ ചെയ്യാത്തത്. അപ്പം ഞാൻ നല്ല കളികളൊന്നുമില്ല, ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് നോക്കിയാണ് വെച്ചിട്ട് ഈ അൾട്ടിമീറ്റർ നമുക്ക് നോക്കണം, നമ്മൾ ആൾട്ടിറ്റ്യൂഡ് നമ്മൾ നോക്കണം. പെട്ടെന്ന് തൊട്ടൊന്ന് താന്നുകൊണ്ടിരിക്കും. അപ്പോൾ 6,500 ഫീറ്റ് എത്തിയപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഞാൻ പാരഷൂട്ട് പുള്ള് ചെയ്തു ലാൻഡ് ചെയ്ത് വന്നിറങ്ങി. ലാൻഡ് ഇറങ്ങി അത് കഴിഞ്ഞ് സെക്കൻഡ് ജമ്പായി, അത് ചെയ്തു. തേർഡ് ജമ്പ് ആയപ്പോഴത്തേക്കും ജമ്പ് ചെയ്ത് ഒരു സ്പിന്ന് വന്ന് ഫുള്ളി ഇങ്ങനെ സ്പിൻ ചെയ്യും. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഇൻസ്ട്രക്ടേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം അവർ എത്രയൊക്കെ ചെയ്താലും ഒന്നും ചെയ്യാൻ പറ്റില്ല, ബാക്ക് ഔട്ടാവും. നമ്മൾ സ്പിൻ എന്നെ പിടിക്കാൻ നോക്കി, ഫസ്റ്റ് ഒരു സ്പിന്നിൽ തന്നെ പിടിക്കാൻ നോക്കി, പിടിച്ചാൽ കിട്ടത്തില്ല. കാര്യം നമ്മൾ അത്രയും സ്പീഡ് വരുന്നുണ്ട്, നമ്മൾ വെലോസിറ്റിയും കൂടുതലായിരിക്കും, അതുപോലെ ഫോഴ്സും കൂടുതലായിരിക്കും. സപ്പോസ് എന്നെ നല്ലൊരു സ്പിൻ വന്നിട്ട് പിടിക്കുകയാണെങ്കിൽ അവരെ പിടിക്കുന്ന ആൾക്കാരുടെ കൈയും കാലൊക്കെ ഒടിഞ്ഞു പോകും. അപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ബ്ലഡ് എയറിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനാണെങ്കിൽ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് മുകളിലോട്ട് പുഷ്, എനിക്ക് ഈ കാല് വന്നിട്ട് പ്രൊപ്പലർ നമുക്ക് ഓക്കെ. അപ്പം ഞാൻ മുകളിലോട്ട് ലിഫ്റ്റ് ആവുന്നു. അപ്പം അവർക്ക് വെയിറ്റ് കൂടുതലാണ്, അവർ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് താഴോട്ട് പോകും. അപ്പോൾ അവർക്ക് മുകളിലോട്ട് പൊങ്ങി വരാൻ പറ്റത്തില്ല, അത് പോസിബിലിറ്റി ഇല്ല. അപ്പോൾ അവർക്ക് എന്നെ പിടിക്കാൻ പറ്റുന്നത് അത് ഞാൻ സ്പിന്നാകാൻ തുടങ്ങിയപ്പോൾ അവർക്കൊന്നും ചെയ്യാനുമില്ല. ഞാൻ അപ്സൈഡ് ഡൗൺ ആയിട്ട് ബ്ലാക്ക് ഔട്ട് ആവുന്നതിന് അപ്സൈഡ് ഡൗൺ ആയിട്ട് പാരഷൂട്ട് പുള്ള് ചെയ്തു. പാരഷൂട്ട് പുള്ള് ചെയ്ത സമയത്ത് എൻ്റെ കാലുമായിട്ട് പാരഷൂട്ട് കുരുങ്ങി. എൻ്റെ ആർട്ടിഫിഷ്യൽ ലിമ്പല്ല, മറ്റൊരു ലിമ്പ് എൻ്റെ ഈ ആകുന്നുള്ള കാലിൽ കുരുങ്ങി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ പോയത്. കാര്യം ആ ഒരു ഫീറ്റ് 4,500 ഫീറ്റിൽ നിന്ന് 12 സെക്കൻഡിൽ താഴെ ക്രാഷ് ലാൻഡ് ആവാനായിട്ട്, 4,500 ഫീറ്റിൽ നിന്ന് 12 സെക്കൻഡിൽ നമ്മൾ ക്രാഷ് ലാൻഡ് ആവും. അതിനിടയ്ക്ക് നമ്മൾ പറയാവുന്ന വീഴും, അപ്പം തീരും. അപ്പം അങ്ങനെ കുറേ റിസ്കുകളുണ്ട്. അപ്പം ഫാക്ടേഴ്സ് ഉണ്ട്. കാല് കുരുങ്ങിയതുകൊണ്ടാണ് കൃത്യമായി ലാൻഡ് ചെയ്യാൻ പറ്റിയത്. അല്ല, ഈ കാല് കുരുങ്ങിയോണ്ടാണ് ഞാൻ കെട്ടഴിക്കാൻ പറ്റും. മറ്റത് എനിക്ക് കെട്ടഴിക്കാൻ പറ്റില്ല, അത് അതിന്റെ രീതിയിൽ പൊങ്ങി. അപ്പൊ അങ്ങോട്ട് എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റില്ല. കാര്യം നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് മുകളിലോട്ട് പുഷ് ചെയ്ത് മുകളിലോട്ട് പോകാൻ പറ്റത്തില്ല, അതിനുള്ള പോസിബിലിറ്റി ഇല്ല. നമ്മൾ കാലിലാണ് കയറി കിടക്കുക. അപ്പം വളരെ മീനോട്ട് സിറ്റുവേഷൻ. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പാനിക്കായി തന്നെ നമ്മൾ തീരും. കാര്യം നമ്മൾ ഹൈ അഡ്രിനലിൻ നമ്മുടെ ബോഡി നിൽക്കും, ഉള്ളിലെ ബോഡി നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി നിൽക്കും. കാരണം ബോഡി ഫ്രീ ഫോളിങ്ങിലാണ്. അപ്പോൾ ആ ഫിയർ വന്നു കഴിഞ്ഞാൽ ഉടനെ ഹാർട്ട് അറ്റാക്ക് വരും, ഒന്നും ചെയ്യാറില്ല. അപ്പം ഉടനെ ഹാർട്ട് അറ്റാക്ക് വരും. അപ്പം അങ്ങനെ ഫിയറും വരാൻ പാടില്ല. അപ്പോൾ ഫിയർ മാനേജ്മെന്റ് നന്നായിട്ടുണ്ടാകും. അപ്പോൾ തേർഡ് ജമ്പിൽ ഒരിക്കലും ഫിയർ മാനേജ്മെന്റ് ഒരിക്കലും ഉണ്ടാകത്തില്ല. പക്ഷെ എനിക്ക് ഭയങ്കര കോമൺ ആണ്. ഫിയർ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് എനിക്കങ്ങനെ ഞാൻ കൂളായിട്ട് ഓക്കെ കാല് കഴിഞ്ഞാൽ അത്രയും ഉള്ളൂ. കാല് കുട്ടഴിച്ച് ഇട്ട് അങ്ങനെ എൻ്റെ ഓൾമോസ്റ്റ് എൻ്റെ ഷോൾഡറിൻ്റെ ഇവിടെ നിന്നു, കാല് കെട്ട് കുരുങ്ങി ഷോൾഡറുമായിട്ട് നിന്നു. ഇവിടെയാണ് നമുക്ക് റൈസർ വരുന്നത്, അതിൻ്റെ കേബിൾ വരുന്നതൊക്കെ. അപ്പോൾ ഇവിടെ ആയിട്ട് നിന്നു. അപ്പം ഞാൻ കെട്ട് ഇങ്ങനെ അഴിച്ചിങ്ങോട്ട് അപ്സൈഡ് ഡൗൺ ആയിട്ട് വീണുകൊണ്ടിരുന്നപ്പോൾ തന്നെ അത് പേടി 3 സെക്കൻഡ്സ് തന്നെ മാനേജ് ചെയ്തു. 6 സെക്കൻഡ് മാനേജ് ചെയ്തില്ലെങ്കിൽ നമുക്ക് റിസർവ് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല, റിസർവ് ഓപ്പൺ ആക്കാൻ പറ്റില്ല. റിസർവ് പാരഷൂട്ടുണ്ട്, റിസർവ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. കാര്യം കാലിൽ കെട്ടുള്ളതുകൊണ്ട് തന്നെ ഈ റിസർവ് പാരഷൂട്ട് ഓപ്പൺ ആക്കുന്ന താഴോട്ടാണ് പോകുന്നത്. താഴോട്ട് പോയിട്ട് തിരിച്ചിത് മുകളിലോട്ട് വരുമ്പോഴത്തേക്കും മറ്റേ പാരഷൂട്ടോട്ട് കുരുങ്ങും. അപ്പോൾ ഇത് മറ്റത് കട്ടായി പോകത്തുമില്ല, കാലിൽ കെട്ടുള്ളതുകൊണ്ട്.
അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ശ്യാമനോട് ചോദിച്ചിട്ടുണ്ട്, ഇനി അടുത്തൊരു ലക്ഷ്യം എന്തെങ്കിലും മനസ്സിൽ കരുതിയിട്ടുണ്ടോ? ഓക്കെ. അതിനുശേഷം ഈ 6 ജമ്പ് കഴിഞ്ഞ് എനിക്ക് വീണ്ടും സ്പിന്ന് വന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇനി ജമ്പ് ചെയ്യാൻ പറ്റില്ല, അപ്പം കാല് വയ്ക്കാണ്ട് ജമ്പ് ചെയ്യണം എന്നുള്ള സംഭവമുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം വീണ്ടുള്ള കോസ്റ്റ്ലിയാണ്. അപ്പം ഇനി എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45,000 ഫീറ്റിൽ ജമ്പ് ചെയ്യണം. അതിന് ഈ വേൾഡിൽ തന്നെ നോർമലി 8 പേര് മാത്രമേ 43,000 ഫീറ്റിൽ നിന്ന് ജമ്പ് ചെയ്തിട്ടുള്ളൂ. എല്ലാം എക്സ്ട്രീം സ്കൈഡേഴ്സ് ആണ്. എല്ലാം നല്ല രീതിയിൽ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കൈഡേഴ്സ് ആണ്. ഏതൊക്കെ അത്ര ഇതായിട്ടുള്ള സ്കൈഡേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത്. അത് 8 പേര് ചെയ്തിട്ടുള്ളൂ. ബാക്കി അങ്ങനെ പിന്നെ ഒരാൾ ചെയ്തിട്ടുള്ള ഒരു ഫീറ്റ് ഉണ്ട്. 1,27,000 ഫീറ്റ്. 1 lakh ഓൾമോസ്റ്റ് സ്പേസിന്റെ എഡ്ജിൽ 27,000. അത് ആക്ച്വലി ഓൾമോസ്റ്റ് സ്പേസിന്റെ എഡ്ജിൽ നിന്ന് ജമ്പ് ചെയ്യുന്ന ഒരാൾ. അയാൾ റെഡ് ബുളിന്റെ ഹെൽപ്പിലൂടെയാണ് മറ്റേ സ്പേസ് ഷൂട്ടൊക്കെ ഇട്ട് ഓൾമോസ്റ്റ് വരുന്ന സ്പീഡ്, ഫ്രീ ഫോളിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 1,600 km/h. അത്രയും സ്പീഡിലൊക്കെ വരുന്നത്. അപ്പം അതെൻ്റെ ഒരു എക്സ്ട്രീം ആഗ്രഹമാണ്. അത് പോസിബിൾ ആവുമെന്നുള്ളതൊന്നും അറിയത്തില്ല. കാര്യം അതിന് വേണ്ട ഒരു ലൈഫ് ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എക്സ്ട്രീം ആയിരിക്കണം. കാര്യം അത്രയ്ക്ക് നമ്മൾ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളായിരിക്കണം. അത്രയ്ക്ക് വലിയൊരു അപ്രൂവൽസ് ഉള്ള ഒരാളായിരിക്കണം. ഗവൺമെൻറ് സപ്പോർട്ട്സ് ഒക്കെ ഭയങ്കര രീതിയിൽ ഉണ്ടാവണം. റെഡ് ബുള്ള് പോലെയുള്ള കമ്പനീസ് നമ്മളെ സ്പോൺസർ ചെയ്യണം. അല്ലെങ്കിൽ നാസ പോലുള്ള ആൾക്കാരുടെ അപ്രൂവൽസ് വേണം. ഹെൽത്ത് അവർക്ക് വലിയൊരു ഫാക്ടറാണ്. അത് അവരെ റിസ്ക് എടുക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതപ്പം ഒരു ഭയങ്കര ഒരു ഒട്ടും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. അപ്പം പ്രഡിക്റ്റബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ പോസിബിൾ ആണെങ്കിൽ ഞാനത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളതാണ് 45,000 ഫീറ്റ്. അതെ, ഈ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ കേൾക്കുമ്പോ അമ്മയ്ക്ക് എന്താ തോന്നുന്നേ? എൻ്റെ മനസ്സുവട്ടങ്ങളായി ഉണ്ടാക്കി ചിന്തിക്കാൻ കാര്യമല്ലേ ഉള്ള പ്രശ്നം. അച്ഛനും അല്ല, അസ്വസ്ഥല്ല, ഇവൻ ചിന്തിച്ചോണ്ടിരിക്കുക, പറഞ്ഞോണ്ടിരിക്കട്ടെ. ഞാൻ കേട്ടുകൊണ്ട് എങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചാലല്ലോ ഉള്ളൂ. അങ്ങനെയല്ല, മനസ്സുകൊണ്ട് ഞാൻ അതിലോട്ട് കയറുന്നില്ല. കയറി കഴിഞ്ഞാൽ പറ്റില്ല. ആദ്യമായിട്ട് സ്കൈ ഡൈവ് ചെയ്തിട്ട് അമ്മേനെ വിളിച്ചപ്പോ എന്താ പറഞ്ഞേ? ഞാൻ ഇവിടെ 7 മണിയാകുമ്പോഴും, അല്ല അവിടുത്തെ സമയം അനുസരിച്ചാണ് ഇവിടെ വിളിക്കുന്നത്. ഇവിടെ വീട്ടിലാണെങ്കിൽ 7 മണിയാകുമ്പോഴും 9 മണിയാകുമ്പോഴും വിളിക്കുക. എവിടെ പോയാലും രാത്രി അതുപോലെ തന്നെ രാവിലെ. ഇങ്ങനെ പറ്റുന്ന കാര്യങ്ങളൊന്നും ഞാൻ ആദ്യമൊന്നും പറഞ്ഞില്ല, പിന്നെയാണ് ഞാൻ പറയുന്നതൊക്കെ. ഇവിടെ വന്നതിന് ശേഷമാണ് കൂടുതലും പറഞ്ഞത്. ചെറിയ രീതിയിലൊക്കെ ഇത് പറ്റിയുള്ളൂ, കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. അച്ഛനോട് അങ്ങനെ അച്ഛനായിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ കുറവാണ്. രാത്രി ആകുമ്പോൾ വീട്ടിലെത്തും, വന്ന് കയറി വരുന്ന കഴിക്കും കിടക്കും. രാവിലെ പോകുമ്പോൾ രാവിലെ 6:30 ആകുമ്പോൾ ഓൾമോസ്റ്റ് അങ്ങനെ. അച്ഛൻ മക്കൾ പറയണ എല്ലാ അച്ഛനോട് പറയണ ഞാൻ തന്നെ. എല്ലാ വീട്ടിലും എത്തും. ഒരു 80% വീടുകളിലെ അച്ഛന്മാരുടെ അവസ്ഥ എന്താ കഷ്ടപ്പെട്ട് അച്ഛന്മാർ അങ്ങനെയാണ് അല്ലേ സാർ? ശരി ശ്യാമേ, ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. ഒരു പ്രണയത്തിന്റെ കഥ എവിടെയോ പറഞ്ഞു കേട്ടു. അത് അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഇവിടെ. അങ്ങനത്തെ ഇതൊന്നും ഇല്ല. അച്ഛനായിരുന്നാലും അമ്മയായിരുന്നാലും ആരായിരുന്നു തുറന്ന് സംസാരിക്കുക. അത്രയും അതിനൊന്നും വ്യത്യാസമില്ല. പിന്നെ ഞാൻ ആരുടെയും ലൈഫിൽ പോയിട്ട് ഇപ്പം എൻ്റെ ലൈഫിലാണെങ്കിൽ പോലും ഞാൻ ആരെയും ലൈഫിലോട്ട് ക്ഷണിക്കുന്നില്ല. കാര്യം ഇറ്റ്സ് ലൈക്ക് എനിക്ക് എന്തൊക്കെ തന്നെ നീഡ്സ് ഉണ്ടെങ്കിൽ പോലും ഞാൻ ആരെയും ലൈഫിലോട്ട് ക്ഷണിക്കത്തില്ല. കാര്യം എൻ്റെ റിസ്ക് നന്നായിട്ട് എനിക്കറിയാം. എൻ്റെ ലൈഫിൻ്റെ റിസ്ക് നന്നായിട്ട് അറിയാം. എൻ്റെ ലിമിറ്റേഷൻസ് നന്നായിട്ട് അറിയാം. അപ്പം ലൈഫിൽ വേറൊരാൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് അതിനനുസരിച്ചുള്ള പേടി കൂടും. അപ്പം ആ ഒരു പേടി ഏറ്റെടുക്കുന്നത് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടിയാണ്. അത് അങ്ങനെ ഒരാളെ ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ അമ്മ ഉള്ളപ്പോൾ പോലും എനിക്കതൊരു ഫിയർ ഉണ്ട്. കാര്യം ഞാൻ അതെനിക്കിപ്പം എൻ്റെ ലൈഫിലുള്ള ഒരാളാണെങ്കിൽ പോലും ആ ഒരു ഫിയർ എനിക്കുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ഫിയർ മുന്നോട്ടൊരാൾ വന്നു കഴിഞ്ഞാൽ പോലും അയാൾ കംഫർട്ടബിൾ ആണെങ്കിൽ പോലും ഞാൻ അൺകംഫർട്ടബിൾ ആവും. കാര്യം അയാൾ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് എനിക്ക് മനസ്സിലാവും. അച്ഛനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. അമ്മ പ്രസവിച്ച കുഞ്ഞിനെ നേഴ്സ് പുറത്ത് അച്ഛൻ്റെ കയ്യിലായിരിക്കും കൊണ്ടെത്തിക്കുക. കാണിച്ചിട്ടേ ഉള്ളൂ. അച്ഛൻ കണ്ടു. അന്ന് കണ്ടൊരു മകനുണ്ട്. ഇന്ന് ഒരുപാട് ചാനലുകാർ ശ്യാമിനെ തിരക്കി ഇവിടെ വരുന്നു. ശ്യാമിൻ്റെ ജീവിത കഥ പറയുന്നു, സക്സസ് പറയുന്നു. ഇപ്പോൾ തോന്നുന്ന വികാരം എന്താ മനസ്സിലായി? നല്ല അഭിമാനം തോന്നുന്നുണ്ട്. അച്ഛൻ അങ്ങനെ എല്ലാതും സംസാരിക്കുന്ന ഒരാളല്ല എന്ന് തോന്നുന്നു. കൂടുതലായിട്ടൊന്നും സംസാരിക്കാറില്ല. പക്ഷെ അച്ഛനെ പലവട്ടം അച്ഛനെ ഇന്റർവ്യൂവിൽ അമ്മ സംസാരിക്കുന്ന കേൾക്കുമ്പോഴൊക്കെ അച്ഛനെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. ഞാനതാണ് മിണ്ടാണ്ട് അവസാനം അച്ഛനോട് സംസാരിക്കാവുന്നത്. ശരി പെട്ടെന്ന് കാര്യം.
ആദ്യം സങ്കടമായിരുന്നു, പിന്നീട് അത് കുറച്ച് നല്ലോണം സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അച്ഛനെ ഹോസ്പിറ്റലിനകത്ത് ഈ ഇതിലൊക്കെ കയറുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ദേഹമൊക്കെ നല്ല വിറയ്ക്കും. എന്നെ കാലിലൊക്കെ ഡ്രസ് ചെയ്യാനൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ എന്തെങ്കിലും അല്ല, ആദ്യമൊക്കെ ഞാൻ തന്നെ പിടിച്ചു കൊടുക്കുന്നതൊക്കെ എല്ലാം എല്ലാത്തിലും ചെയ്യുമായിരുന്നു. ശരിക്കും ഒരിതാണ്. അത് സ്നേഹക്കൂടുതൽ കൊണ്ടല്ലേ, അത് പറയാൻ മടിയാണ് പല അച്ഛന്മാർക്കുള്ളൊരു. ശ്യാമ പറഞ്ഞു എനിക്ക് അച്ഛനുമായിട്ട് അത്ര കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു. അപ്പൊ അവിടെ നിന്നൊന്ന് അനങ്ങിയിരുന്നു അച്ഛൻ. പക്ഷേ കമ്മ്യൂണിക്കേഷൻ കുറവൊന്നുമല്ല, അച്ഛൻ എന്നെ ഇതുവരെ നോക്കി എന്നുള്ള കാര്യത്തിലൊക്കെ ഞാൻ അന്നും ഇന്നും ഇതുണ്ട്. അതെന്നും എന്നും എനിക്ക് ആ സ്നേഹവും എല്ലാം ഉണ്ട്. അച്ഛൻ കുറച്ചൊരു കൂടുതൽ എപ്പോഴും ഇടപെടൽ എൻ്റെ അടുത്തല്ലേ, ശരിയുണ്ട്. പക്ഷെ അങ്ങനെ ഞാൻ ആരെയും എനിക്കാരും അങ്ങനെ ഇതായിട്ട് പറയുന്നത്, കാര്യം അച്ഛൻ കഷ്ടപ്പെട്ടൊരു കാലമുണ്ട്, അമ്മ കഷ്ടപ്പെട്ടൊരു ഉണ്ട്, ഞാൻ എല്ലാവരും ഉണ്ട്. അപ്പം അതിനകത്ത് എനിക്ക് ഇപ്പൊ എന്റെ ഫാമിലി ഉള്ളതുകൊണ്ടായിരിക്കും എനിക്ക് ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നത്. അതിപ്പോ ഒരിക്കലും ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പിന്നെ എന്റെ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴും അമ്മ എടുത്തൊരു ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അമ്മയും അച്ഛനും കൂടെ എടുത്ത ചോയ്സ് എന്ന് പറഞ്ഞാൽ എന്നെ ഒരു ബിലീവിന്റെ പുറകിൽ പോയിട്ട് ശരിയാക്കാൻ ശ്രമിച്ചിട്ടില്ല, എന്നൊരു സയന്റിഫിക്കൽ പെർസ്പെക്റ്റീവിലെ ശ്രമിച്ചിട്ടുള്ളൂ. അതൊരു വലിയൊരു തീരുമാനമാണ്. കാര്യം അത് എന്നെ സംബന്ധിച്ച് അത് ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒരു ചോയ്സ് എടുത്തിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കത്തില്ല, ഉറപ്പാണ്. എനിക്ക് അത് 100% ഉറപ്പാണ്. അല്ല കുളത്തിലോ ശരിയാക്കാൻ വേണ്ടി കൊണ്ടുപോയി സത്യമാണ്. കാര്യം അത് മാത്രമല്ല വേറൊരു കാര്യങ്ങളുണ്ട്. കാര്യം എന്നെ പോലെ ആൾക്കാർ ഈ സൊസൈറ്റിയിൽ സഫർ ചെയ്യുന്ന ഒരു സൈഡുണ്ട്. അത് ഭയങ്കര ഈവൻ ഇൻ ഇന്ത്യ അത് ഭയങ്കര വലിയ കൂടുതലാണ്. ഒരു അതായത് ഇങ്ങനെയുള്ള കുട്ടികളെ ചിലർ വീട്ടിൽ നിന്ന് പുറത്തിറക്കില്ല, ഇത് കാണിക്കുകയും ചെയ്യാതെ ഒരുപാട് പേരുണ്ട് അങ്ങനെ. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, അമ്മ ഇങ്ങനെ എല്ലായിടത്തും കൊണ്ടുപോകും, ശ്യാമിൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ കഴിഞ്ഞല്ല, അതാണ് ഏറ്റവും വലുതായിട്ടുള്ള കാര്യമുണ്ടെന്നുണ്ട് എല്ലാവരും പറയാറുണ്ട്. നമ്മളെ ഈ സ്ത്രീകൾ നമ്മളാണ് പ്രസവിക്കുന്നത്, പക്ഷെ ഈ പ്രസവിച്ചത് കൊണ്ട് ആ കുഞ്ഞിനുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദികൾ നമ്മളാണെന്നുള്ളൊരു തരത്തിലാണ് നമ്മുടെ സമൂഹം നമ്മളെ കാണുന്നത്. അതത്രേ ഉള്ളൂ അല്ലേ? അതേ പറയുള്ളൂ. നിന്റെ വയറ്റിൽ ജനിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത്. അതായത് ഞാൻ പറയുന്നെങ്കിൽ ചിലപ്പോൾ അച്ഛന് വിഷമമൊന്നും തന്നെ കാരണമില്ല. എൻ്റെ അമ്മായിയൻ എൻ്റെ ചോദിച്ച് പറഞ്ഞു, അതായത് അവനിട്ട വിത്തിട്ട സ്ഥലം ശരിയല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുട്ടി എനിക്ക് കിട്ടിയെന്നുള്ളത്. ആ ഒരു ഇത് കേട്ടപ്പോഴത്തേക്കും ശരിക്കും പ്രയാസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും അത് തന്നെ, അതെങ്ങനെ ഒരു മുളച്ചു വന്നിട്ട് ഇപ്പൊ നിൽക്കുന്നൊരു അത് തന്നെ. അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കാറുണ്ട്, അങ്ങനെ ഇട്ട് അങ്ങനെയാണെങ്കിൽ തന്നെ എൻ്റെ മോൻ ഇപ്പം ആരുടെ മുമ്പിലും തലവണിച്ച് നിൽക്കേണ്ട അവസ്ഥയിലല്ലല്ലോ ജീവിക്കുന്നത്. അപ്പം എന്തായാലും ഉയർന്നിലേക്ക് ജീവിക്കുന്നത് എന്നൊരു തോന്നൽ മനസ്സിൽ തോന്നും. ഈ ശ്യാമ സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ കുട്ടികളൊക്കെ ശ്യാമിനെ നോർമലി ആവില്ല ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക അല്ലേ? ഇല്ല, അത് അവിടെ 1-2 ചട്ടം ഇവിടെയുണ്ട്. കുട്ടികളാണ്, അവർക്കും അറിയില്ല. പക്ഷെ എന്നാലും യവനെ കൈ കിട്ടുമെങ്കിൽ ഉപദ്രവിക്കില്ല, നല്ല ഉപദ്രവം. ഞാൻ എന്നും ചെന്ന് എല്ലാ ആഴ്ചയിലും എനിക്ക് സ്കൂളിൽ ചെന്ന് ഹാജരാക്കണം ജോലി പറയും. ആ സ്കൂളിൽ കയറിയിട്ട് എല്ലാവരും കുട്ടികളും ഇരിക്കുമ്പോൾ ഞാൻ അവിടെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് ടീച്ചർ പഠിപ്പിക്കുന്ന ആ സ്റ്റേജിൽ അവിടെ ചെന്ന് നിൽക്കും. അവിടെ ചെന്ന് പറയും, മക്കളെ നിങ്ങളാരും അവനെ ഉപദ്രവിക്കരുത്, ഞാൻ എത്രയോ വർഷം കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ച് കൊണ്ടുവരുന്ന കുട്ടിയാണ്, അവൻ എന്തെങ്കിലും പറ്റിയാൽ ശരിയാവില്ല, നിങ്ങൾക്കും അത് വിഷമാവില്ല എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ, അതുകൊണ്ട് നിങ്ങൾ ആരും ഒന്നും ചെയ്യാതിരിക്കും. പറഞ്ഞിട്ട് വരുമ്പോൾ 1-2 ദിവസത്തേക്ക് കുഴപ്പമില്ല, പിന്നെ വീണ്ടും അവർ പഴയപടി തന്നെ എടുത്തിട്ട് ഉരുട്ടക്കം തന്നെയാണ് ജോലി. അപ്പോൾ ഇവൻ പറയാം, അമ്മ എനിക്ക് കലി വന്നു ഞാൻ എന്തെങ്കിലും ചെയ്യും കേട്ടോ അമ്മ. പറയും, മക്കളെ നീ ഒന്നും ചെയ്യരുത്. കാരണം ഞാൻ ടീച്ചർമാരെ മുമ്പിൽ ചെന്ന് സംസാരിക്കുമ്പോൾ പറയും, ശ്യാം അങ്ങനെ ചെയ്തിട്ടാണ് അവർ തിരിച്ചത് ചെയ്തെന്ന് പറയിപ്പിക്കരുത്, അതുകൊണ്ട് നീ ഒന്നും ചെയ്യണ്ടെന്ന് പറയും. അത് ഒന്നും ചെയ്യില്ല, ഞാൻ പറയുന്ന വാക്ക് അതുപോലെ അനുസരിച്ച് ഒന്നും ചെയ്യില്ല. അത് കിട്ടണ എല്ലാം വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വരും. ഞാൻ ചെന്ന് സ്കൂളിൽ ചെന്ന് പറയും, കരയും, വരും, വീണ്ടും അങ്ങനെയാണ് കൊണ്ടുപോയിരുന്നത്. 8ാം ക്ലാസ്സിലായപ്പോൾ എന്നെ പറഞ്ഞ്, ഇനി അമ്മ വന്ന് അവരെ മുമ്പിൽ കരയേണ്ട അവസരം ഞാൻ ഉണ്ടാക്കില്ല, എന്നെ അടിക്കണേ ഞാൻ തിരിച്ചടിക്കും. ഞാൻ പറയും, മക്കളെ നീ അടിക്കാൻ പോകരുത്. ഇല്ലമ്മ ഞാൻ അടിക്കും. ഓ ശരി, ഞാൻ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. കാരണം അത്രയും ദിവസം ഞാൻ പോയി പറയണുണ്ട്, ആരും അനുസരിക്കുന്നില്ല. അങ്ങനെ ഇരുന്ന ഒരു ദിവസം ഒരുത്തൻ എന്തോ പാട്ടക്കാലാന്ന് ഈ കാല് വെച്ച് ശബ്ദം ഉണ്ടല്ലോ, അപ്പം നടന്നു വരും പറയും, പാട്ടക്കാലം എന്താ വരണമെന്ന് പറയും. കുട്ടികളാണ്, അവർക്ക് അറിയില്ല. പക്ഷെ എന്നാലും ആ അവസരത്തിൽ അവനത് കേൾക്കാൻ പ്രയാസമല്ലേ. അപ്പോൾ അവൻ എന്തോ വഴക്കുറഞ്ഞ് ഇവനും വഴക്കുറഞ്ഞ് അവൻ എന്തോ അവനെ അടിച്ചിട്ട് ഓടിയപ്പോൾ അവിടെ കിടന്നൊരു കല്ലെടുത്ത് ഒറ്റയേറി. അത് നേരെ അവൻ്റെ തലയെ കൊണ്ട് ദൂരം മുറിഞ്ഞു. അവൻ്റെ അച്ഛന് പരാതി പറയാൻ ഒന്നുമില്ല. അവൻ്റെ അച്ഛൻ എന്നെ കണ്ടപ്പോഴത്തേക്കും, ശ്യാം ഒരു കല്ലെടുത്തെറിഞ്ഞ് എൻ്റെ മോൻ്റെ തല പൊത്തു.
ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാ അറിയാം. ഞാൻ പറഞ്ഞു ഇത്രയും നാളും നിൻ്റെ മോനല്ലേ അവനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ അവൻ ഉപദ്രവിച്ചാൽ എനിക്കിപ്പോൾ ഒന്നും പറയാൻ ആക്കൂല, ഞാനെന്തോ പറയാനാണ്. ഇത്രയും കാലം നീ അവനെ ഉപദ്രവിച്ചോളുന്ന അവനാണ്, ഇപ്പോൾ അവൻ തിരിച്ചടിച്ചു, എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പോകുന്നു. ഇതിലെനിക്ക് ക്ഷമ ചോദിക്കാനൊന്നും എനിക്ക് പറ്റില്ല, കാരണം അത്രയും കാലം അവൻ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ആ കുട്ടി. അപ്പോൾ ആ കുട്ടിക്ക് പിന്നെ അവൻ തിരിച്ചു കൊടുത്താൽ എനിക്ക് ഒന്നും വല്ലതും പറയാൻ പറ്റും. പിന്നെ പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ ആരും തൊടത്തില്ല, കാരണം അത്യാവശ്യം ഞാൻ ഫിസിക്കലി ഫോമായി തുടങ്ങി. അന്ന് ഞാൻ നല്ല രീതിയിൽ അപ്പൊ പിന്നെ അങ്ങനെ സംസാരിക്കാൻ വരത്തില്ല, കൈ കിട്ടിയ കൊടുക്കും അറിയാം. അല്ല മറ്റേ KGF പടം പോലെയാണ്, ഓൾമോസ്റ്റ് അതുപോലെയാണ് മൊത്തം. എന്തായാലും ഷാമെ വലിയൊരു സക്സസ് ജീവിതത്തിൽ ഉണ്ടാകട്ടെ, നല്ലത് വരട്ടെ. അമ്മ സങ്കടപ്പെട്ടതിനെല്ലാം സന്തോഷങ്ങൾ ഈ കുടുംബത്തിലേക്ക് വരട്ടെ. ഈ കുടുംബത്തിൽ അനിയത്തി ജോലിക്ക് പോയിരിക്കുകയാണ്. താമസിക്കും. അപ്പം താങ്ക് യു സോ മച്ച്.